കെ സുധാകരന്റെ ലാൽ വിഹാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ അല്പം താമസിച്ചുപോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കേസിനോടൊപ്പം എത്താം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എത്താറായിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലാൽ വിഹാർ, ഇവിടെ തന്നെയാണ് കെ എസ് ജനിച്ചു വളർന്നത്. രമണിയുടെയും ഒപ്പം മാധവിയുടെയും മകനായി ജനിച്ചു വളർന്ന കെ എസ് പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് തലപ്പൊക്കമുള്ള നേതാവായി മാറിയത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 91, 2001 10 വർഷക്കാലം കേരളത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് അന്ന് പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിൽ CPM-ന്റെ വലിയ കടന്നാക്രമണത്തിന് വിധേയമാകുന്ന സമയത്ത് ആ കണ്ണൂരിൽ കോൺഗ്രസിനെ കോട്ടകെട്ടി കാത്തുസൂക്ഷിച്ച നേതാവാണ് കെ എസ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ കെ എസ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നേതാവിന്റെ പേര് മാത്രമല്ല. ഇതാണ് കെ എസിന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രം. രാമുണ്ണി ഒപ്പം മാധവി. ഒരുപക്ഷെ കെ എസിന് വളരെ ഇമോഷണൽ കണക്റ്റുള്ള രണ്ടുപേരാണ്. കോൺഗ്രസിന്റെ ചരിത്രം കണ്ണൂരിൽ കെ എസിലേക്ക് മാറ്റപ്പെടുന്നത് അങ്ങനെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ മേൽവിലാസം ഉണ്ടാക്കിയ നേതാവ് എന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കെ എസ് ആണ്. കെ എസ് നമ്മളെ കാത്ത് അല്പനേരം ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വൈകി. ഇപ്പോ സമയം 10:40. നമസ്കാരം കെ എസ്. കുറച്ച് വൈകി. സന്തോഷം. രാവിലെ ഈ സമയത്താണോ ഭക്ഷണം? കുറച്ച് നേരെ കഴിക്കും ഇല്ലേ? എങ്ങനെയാ ദിനചര്യയൊക്കെ? ഇപ്പോഴും വർക്കൗട്ടൊക്കെ ഉണ്ടോ? പക്ക ഫിറ്റാണ്. ഞാൻ ശരിക്കും ഞങ്ങളുടെ ഡെസ്കിൽ ഇരിക്കുമ്പോഴേ കെ എസ് വന്നിറങ്ങുന്ന സമയത്ത് എപ്പോഴും പറയും ആ ഫിറ്റ്നസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ഇതുവരെ ലീച്ച് ചെയ്തിട്ടില്ലല്ലേ ആ ശരീരം സൂക്ഷിക്കാന്ന് പറയുന്നത് അല്ലേ? തിരക്കുകളുണ്ടെങ്കിലും സമയം കണ്ടെത്തും അല്ലേ? ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് എന്റെ വ്യായാമം. യോഗയും കൂടിയുണ്ട്. എല്ലാം യോഗ സമയം പോലെ സമയം കിട്ടുമെങ്കിൽ ഡൽഹിയിലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യും? അവിടെ ചെയ്യും. ഗോദാവരിയിൽ യോഗ ചെയ്യാനെന്താ? യോഗ ചെയ്യാനൊന്നും വേണ്ടല്ലോ. ഈ അലോമിലോ ഒക്കെ ചെയ്യും. എല്ലാം ചെയ്യും. ആസനങ്ങൾ എന്തെങ്കിലും ചെയ്യൂല? ചെയ്യും. കൂട്ടത്തിൽ അതും ചെയ്യും. ഭക്ഷണ രീതി എങ്ങനെയാണ്? എന്തെല്ലാം ഭക്ഷണങ്ങളാണല്ലോ അല്ലേ? ലാൽ വിഹാറിലെ ഭക്ഷണങ്ങൾ. മാധവമ്മയുടെ ഭക്ഷണം ഏതാ ഇഷ്ടപ്പെട്ടത് കുട്ടിക്കാലത്തെ? അമ്മയുടെ ഭക്ഷണം ഏതാ ഇഷ്ടപ്പെട്ടത്? അത് പുട്ടാണ്. കണ്ണൂരിന് പുട്ട് വിട്ട് കളിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പുട്ടും ചെറുപയറും പപ്പടവും അല്ലേ? പുട്ട് ചെറുപയർ. ഇന്നിപ്പോ അപ്പം ഒരുക്കിയിട്ടുണ്ട്, മുട്ടക്കറി ഒരുക്കിയിട്ടുണ്ട്, ഇന്ന് സാമ്പാറുണ്ട്, ഇടിയപ്പം ഉണ്ട്, ഒരു കറിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, ചട്നി ഉണ്ട് അല്ലേ? ഭക്ഷണത്തിലും ഒരു ക്രമമൊക്കെ ഉണ്ടോ കേസിന്? ക്രമമുണ്ട്. മധുരം അധികം കഴിക്കത്തില്ലേ? ഇല്ല, മധുരം വളരെ കുറവേ കഴിക്കും. ഷുഗർ ഇഷ്യൂ ഒന്നുമില്ല. ഷുഗർ കംപ്ലൈന്റേ ഇല്ല. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേസിന്റെ പ്രായമുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്, പല പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും. കേസിന് ഇപ്പോഴും ഷുഗർ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വിശ്വസിച്ചൊന്നും വരില്ല. അപ്പൊ അതൊരു ആരോഗ്യ നിഷ്ഠ എന്ന് പറയുന്നതേ എന്നാൽ മധുരമൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രലോഭനം ഉണ്ടാവൂലേ? അല്ല, പ്രലോഭനം ഉണ്ടായാലും അതിന് പരിധി വെച്ചേ കഴിക്കൂ. അത്രേ ഉള്ളൂ. നല്ല മധുരം ഈ ജിലേബി ലഡു ഒക്കെ. അതെ, അത് വളരെ ചെറുത് പരിമിതി വെച്ചിട്ട് കഴിക്കും. ഈ വ്യായാമം ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിംഗ് ഉള്ളതുപോലെ തോന്നാറുണ്ടോ? വ്യായാമം ചെയ്തില്ലെങ്കിലേ അല്ലെ ഒരു ഊർജ്ജക്കുറവ് തോന്നും അല്ലേ? ഓക്കെ, അതാണ്. നോക്കൂ, ഏത് ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ആ ഒരു ഉന്മേഷത്തിന്റെ കാര്യം അതാണ്. അപ്പോ കേസ് പൊളിറ്റിക്സിൽ എന്ന പോലെ തന്നെ ലൈഫിലും ഒരു ഫൈറ്ററാണ് എന്നുള്ളതാണ്. ഞാൻ പറയായിരുന്നു, കേസ് കേരളത്തിലെ കോൺഗ്രസിന്റെ മേൽവിലാസമായി മാറിയ ഒരു 10 വർഷമുണ്ട്. ഇപ്പൊ 91 മുതൽ 2001 വരെ. അതിനു മുൻപ് കേസ് ഉണ്ട്, പക്ഷെ 91-ന് ശേഷം വരുന്ന കേസ് വേറൊരു കേസാണ്. ആ 10 വർഷം ശരിക്കും പറഞ്ഞാൽ കേസിനെ കേസാക്കി മാറ്റി 10 വർഷമല്ലേ? കണ്ണൂരിന്റെ ജില്ലാ ചുമതല ഉണ്ടായിരുന്ന സമയം അല്ലേ? അന്ന് കേസ് നേരിട്ട ആ മാർക്സിസ്റ്റ് പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ കേസിലെ രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ പരിവപ്പെടുത്തിയത്. അത്ര പോരാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ആ കാലത്ത്? അതാണോ ഇപ്പോഴും കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധനായിട്ട് കേരളത്തിൽ കേസ് കഴിഞ്ഞിട്ടേ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധത പറയുന്നത്? അതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളെ ഈ ഏരിയ എന്ന് പറയുന്നത് ഉത്തര മലബാർ CPM-ന്റെ കൊട്ടക്കൊത്തളമാണ്. അവർ തല്ലിയും കുത്തിയും വെട്ടിയും കൊന്നും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ അരാജകത്വം ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചവരാണ് നമ്മൾ. 10-22 ആളുകളെ 22 ചെറുപ്പക്കാർ വെട്ടി നുറുക്കി കൊന്നൊരു നാടാണ് നമ്മുടെ നാട്. ഈ തലശ്ശേരിയിലെ മാഹിയിലെ പുഴയോരത്ത് നിന്ന് ഞാൻ 10-22 ആളുകളുടെ ഡെഡ് ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവന്ന ബോഡി ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ.
അവരുടെയൊക്കെ കുടുംബവുമായിട്ട് എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അക്രമത്തിന് വിധേയമായി അതിനെ എതിർത്ത് തോപ്പിച്ച് നിൽക്കുന്നൊരു പ്രദേശമായതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തിന് CPM വിരുദ്ധ ഏരിയ എന്ന നിലക്ക് പബ്ലിക്കായി അറിയപ്പെടുന്നത്. ശരിക്കും കേസിനെ അടയാളപ്പെടുത്തുന്നത് അന്ന് കയ്യിൽ ഏറ്റുവാങ്ങിയ ശരീരം പോലെ CPMന്റെ ആക്രമണത്തിന് ഇരയായി തീർന്ന വീട്ടിലെ മനുഷ്യരാണ് ശരിക്കും കേസിലെ രാഷ്ട്രീയത്തെ പരിചയപ്പെടുത്തിയത് ഒരർത്ഥത്തിൽ, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിനിരയായി തീർന്ന മനുഷ്യരുണ്ട്. എന്റെ അടുത്ത് ഒരു നേതാവ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, കേസ് ഉള്ളപ്പോ ഞങ്ങൾക്ക് ഭയമില്ലായിരുന്നു എന്ന് പറഞ്ഞ ചില നേതാക്കൾ ഞങ്ങൾ ചില പ്രതികരണം എടുത്തിരുന്നു അന്ന് ആ സമയത്ത്. അവർക്ക് ഇപ്പോഴും കേസിന് അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ? മാർസിസ്റ്റ് മാറി, ഒരുപാട് മാറി. ഇപ്പം കുറച്ചുകൂടി ഭയമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. പഴയ രീതിയിലുള്ള കൊല്ലും കൊലയൊന്നുമില്ല. പിണറായി വിജയനെ അങ്ങ് ബ്രണ്ടൻ കോളേജിലെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിണറായി തന്നെ പറഞ്ഞൊരു പ്രത്യേക ആക്ഷൻ എന്നൊക്കെയാണ്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു ഭാഗം. ശരിക്കും അന്ന് നിങ്ങൾ നേരിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് ബ്രണ്ടൻ കോളേജില്. അന്ന് പിണറായിയും കേസും ആ അർത്ഥത്തിൽ രണ്ട് ബ്രാൻഡുകളായിരുന്നു അവിടെ ബ്രണ്ടനില്. CPMന്റെ SFIയുടെ നേതാവ് പിണറായി വിജയൻ അന്ന് പരീക്ഷ എഴുതാൻ വന്നതാണ്. ഞാൻ അന്നത്തെ ദിവസം അദ്ദേഹം പരീക്ഷ എഴുതാനായിട്ട് വന്നതാണ്. അദ്ദേഹം അന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്തായിരുന്നു. ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വന്ന സമയത്താണ് എക്സാമിനേഷൻ നടക്കുന്നത്. ആ എക്സാമിനേഷൻ നടക്കുമ്പോഴുള്ള ഒരു പ്രശ്നമായിരുന്നു ഇത്. അദ്ദേഹം കയറി വരുന്ന സ്റ്റെയർ കേസിൽ നിന്ന് ഞാനും അയാളും തമ്മിൽ വാക്ക് തർക്കമായി. അപ്പോൾ അവിടെ വെച്ച് ഞാനും അയാളും തമ്മിൽ ഏറ്റുമുട്ടി ഇദ്ദേഹം താഴത്തോട്ട് പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? ഇപ്പൊ രാഷ്ട്രീയം ഒന്നുമല്ല, ഇന്ന് പിണറായി വരും ഒരെണ്ണം ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. യാദൃശ്ചികമായ സംഭവമാണ്. പിന്നീട് എപ്പോഴെങ്കിലും പിണറായിയുമായിട്ട് ഒരു സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ കാര്യമായി നടത്തിയിട്ടില്ല. ഇല്ല. ഈ ഒരു പിണറായി വിരോധം എന്നുള്ളത് പിണറായി വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ ഞാനില്ല. ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനും ഞാനില്ല. പിണറായി വിജയൻ അങ്ങയെക്കുറിച്ച് അഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടായിരുന്നോ? പിണറായി അങ്ങയെക്കുറിച്ച് പറഞ്ഞത് കേട്ടായിരുന്നോ? കേസ് ആണ് ശരി എന്നാണ് പറഞ്ഞത്. ആ പാർട്ടിയെ സംബന്ധിച്ച് കേസ് എടുത്ത നിലപാടാണ് ശരി. ജി സുധാകരൻ നിലപാടിനെ കുറിച്ച് പിണറായി വിജയൻ അങ്ങയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് പിണറായിയായിട്ട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? അതൊക്കെ സന്ദർഭം ആണ് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോ കണ്ടാൽ ആ പഴയ വിരോധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കാലം ഇത്രയും കഴിഞ്ഞു. ശാശ്വതമായ ഒരു വിരോധമൊന്നും ഇല്ലല്ലോ ആർക്കും, ആവശ്യമില്ല അല്ലേ? ഇപ്പൊ രാഷ്ട്രീയം അവിടെ നിന്നൊക്കെ മാറി. ഓക്കെ, അപ്പോ നമ്മള് ഇനി ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളിലൂടെ വന്നാലേ, ഇപ്പോ ഇപ്പൊ കേസാണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിലുള്ള വാർത്താ താരമായി മാറിയത്. ഞങ്ങൾ അത്ഭുതപ്പെടുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചത്. ഇപ്പോഴും ചില മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പോകുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു മാധ്യമത്തിൽ കേട്ടതാണ്, എനിക്കറിയില്ല, ഞാൻ അങ്ങയുടെ തന്നെ തുറന്നു ചോദിക്കുകയാണ്. അങ്ങയുടെ മകനാണ് ഈ വിഷയത്തിൽ ഇടനില നിന്നത്. VD സതീശൻ അങ്ങയുടെ മകന് ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഡൽഹിയിൽ നിന്ന് വരുത്തി ആ ഒത്തുതീർപ്പിലേക്ക് നയിച്ചു എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ. അങ്ങേ ഈ പ്രശ്നത്തിൽ നിന്ന് അങ്ങയുടെ പറഞ്ഞ് മനസ്സിലാക്കണം, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് അങ്ങയുടെ മകനെ VD സതീശൻ കണ്ട് ബോധ്യപ്പെടുത്തി അങ്ങയോട് പറയാൻ പറഞ്ഞു. ഇതൊരു മാധ്യമ പ്രവർത്തനം പറയണം. ഇത് VD അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. അസംബന്ധം. മാധ്യമ പ്രവർത്തകർക്ക് അപമാനമാണ് മാധ്യമ പ്രവർത്തകൻ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അങ്ങയുടെ മകൻ ഇപ്പം കോയമ്പത്തൂരല്ലേ ഉള്ളത്, അല്ലേ? അതെ. അപ്പൊ ഇതിനകത്ത് ഈ ഇടപെടലിൽ അങ്ങനെ ഒരു ആരോപണം വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടില്ല, അല്ലേ? പക്ഷേ അറിയേണ്ട ഒരു കാര്യം, തുറന്നു പറയാമെങ്കിൽ മാത്രം കേസ് പറഞ്ഞാൽ മതി. അത് പാർട്ടിയാണ്. ഇപ്പം കേസ് അന്ന് ആ ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ വലിയ ചർച്ച കേരളത്തിലുണ്ടായിരുന്നു. കേസ് ഒരു പക്ഷേ ഗോദാവരിയിലെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് കാറിൽ കയറുന്നത് വരെ, താഴെ കയറുമ്പോഴാണല്ലോ അങ്ങ് പറയുന്നത് പാർട്ടി വലുത്, ഞാൻ എത്രയോ ചെറുതാണ് എന്ന് കേസ് പറയുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ടു മുമ്പ് വരെ പലതരം ചർച്ചകൾ നിൽക്കുകയാണല്ലോ. അതിനു മുമ്പ് അങ്ങേക്ക് മല്ലികാർജുൻ ഖർഗെയുടെ ഒരു ഫോൺ വന്നിരുന്നു, അല്ലേ? അപ്പൊ ആ ഫോൺ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കൂ? അല്ല, അദ്ദേഹം എന്തൊക്കെ സംസാരിച്ചു, എന്നെ സമാധാനപ്പെടുത്തി, എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, പറഞ്ഞു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങേക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും അങ്ങേ കേൾക്കണം എന്നല്ലേ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ? മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അങ്ങേ ഒന്ന് കേൾക്കണം, അങ്ങ് പറയുന്ന അഭിപ്രായം അത് അറിയണം എന്നങ്ങ് ആഗ്രഹിച്ചു. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റണം. അത് 2 ലക്ഷത്തിലാണ് അവർ
എന്നെ വിളിപ്പിച്ചതും എന്നോട് സംസാരിച്ചതും. അതില് മല്ലികാർജുൻ ഖാർഗെ വിളിച്ച സമയത്ത് അങ്ങൊന്ന് തണുത്തു ഒരർത്ഥത്തിൽ അല്ലേ? അങ്ങയുടെ ആ സംശയം മാറി. പിന്നെ അങ്ങ് വിചാരിച്ചു ഇനി ഒരു തീരുമാനം എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. പുറത്തു വന്ന അദ്ദേഹം അങ്ങ് പറഞ്ഞ കാര്യം വളരെ വളരെ പൊളിറ്റിക്കലി ക്ലിയർ ആയിരുന്നു. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയല്ലേ? പാർട്ടി വലുത്, ഞാൻ ചെറുതാണ്, ഈ പാർട്ടിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നു അല്ലേ? ശാശ്വതമായ ഒരു മാനസിക അവസ്ഥയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നും പാർട്ടിക്ക് വിധേയനാവണം, ആയിരിക്കും. ഞങ്ങളൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. അതിന് എന്ത് കാരണമുണ്ടെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം അങ്ങ് എടുക്കൂല? ഒരിക്കലും ഇല്ല. അത് മല്ലികാർജുൻ ഖാർഗെക്ക് അങ്ങ് വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്ക് കൊടുത്തതല്ല, അദ്ദേഹത്തിന് അത് അറിയാം. എന്റെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് അത് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ അതിന് അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാൻ കടന്നു വരുമ്പോൾ ലാസ്റ്റില് ആണോ ഇതാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങേക്ക് ഇപ്പോ അതിലൊരു വിശ്വാസമില്ലേ? ഹൈക്കമാൻഡ് അങ്ങേ കേൾക്കും, രാഹുൽ ഗാന്ധി അങ്ങേ കേൾക്കും എന്ന് അങ്ങേക്ക് ഒരു വിശ്വാസമില്ല? യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ അങ്ങേ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും ഒക്കെ ആ അർത്ഥത്തിൽ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് കരുതുന്നുണ്ടോ? അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സമയമാണല്ലോ. ആ സമയത്താണ് ഇന്നിപ്പോ ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിയോട് സംസാരിക്കുകയായിരുന്നു, ടി ഒ മോഹനോട്. ടി ഒ മോഹൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തീരുമാനം ഒരു MP-മാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു. അതിനുശേഷമാണ് ആ പേര് മാറുന്നത്. അപ്പോഴും ടി ഒ മോഹൻ ആണ് 2ാം സ്ഥാനത്തുള്ളത്. അങ്ങ് ടി ഒ മോഹന്റെ പേര് പറഞ്ഞു എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്, ഉറപ്പില്ലെന്ന് പറയുന്നത്. അപ്പൊ അങ്ങ് പറയുന്നുണ്ട് ടി ഒ മോഹന്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ വാക്ക് പാലിച്ചു അല്ലേ? അതെന്ത് വാക്കായിരുന്നു? അല്ലാതെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞാൻ മാറുന്നുവെങ്കിൽ ഞാൻ തന്നെ അതിന് പ്രപ്പോസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു ടി ഒ മോഹനോട്. ആ വാക്ക് പറഞ്ഞു. അതാണ് ഇപ്പൊ ടി ഒ മോഹൻ ഞങ്ങളോട് പറഞ്ഞത് എന്ന്. പക്ഷെ പുറത്ത് കേട്ടത് അങ്ങനെയല്ല. ഒന്നുകിൽ KS, അതല്ലെങ്കിൽ KSന്റെ കൂടെ നിൽക്കുന്നവരെ നിർത്തണമെന്ന് KS പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിന്നവരാണ് അവരൊക്കെ, അതല്ലാതെ വേറെ ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ആരുമില്ല. ഓക്കെ, അതാണ്. അപ്പൊ പൊളിറ്റിക്കലി അതിനകത്തുള്ള ക്ലാരിറ്റി വന്നു കഴിഞ്ഞു എന്താണെന്നുള്ളത്. ഇനി അതിനകത്ത് ഈ കഥകൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കണ്ട എന്നല്ലേ അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം? മകനും ഉൾപ്പെട്ടിട്ടില്ല, കുടുംബാംഗങ്ങളും ഉൾപ്പെട്ടിട്ടില്ല അല്ലേ? ഈ മകനെയൊക്കെ വലിച്ചെടുക്കുക ഇതേപോലെ അങ്ങ് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ അങ്ങേക്ക് അത് എത്രയോ കാലം മുമ്പ് ഇനിയും സാധ്യമാകുമായിരുന്നു. ഉദുമയിൽ പോയി അങ്ങ് മത്സരിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് ഉദുമയിൽ പോയി എന്തിനാ മത്സരിച്ചത്? പാർട്ടിക്ക് വേണ്ടിയല്ലേ? അല്ലേ? അന്ന് പരാജയപ്പെട്ടത് കുഞ്ഞിരാമനോടാണെന്ന് തോന്നുന്നു, ഉദുമയിൽ പരാജയപ്പെടുന്നത്. ലോക്സഭയിൽ 2 തവണ മത്സരിക്കുമ്പോഴും ആദ്യത്തേക്കാൾ ഭൂരിപക്ഷം അങ്ങ് കൂട്ടുന്നുണ്ട് കണ്ണൂര് അല്ലെ? അപ്പോ അത് കഴിഞ്ഞ് കണ്ണൂര് മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമാണ്. ആ ആഗ്രഹം ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോ ഒടുവിൽ അങ്ങേ കൂടി കേട്ടപ്പോൾ അത് അവിടെ അവസാനിച്ചു. ഇനി അത് ചർച്ച ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടിയിരുന്നോ അങ്ങയുടെ ഒരു നിലപാടുകൾക്ക്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്? കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ സംതൃപ്തനാണ്. ഇല്ല, പ്രത്യേകിച്ച് ഖാർഗെ പറഞ്ഞതിന് ശേഷം അല്ലേ? പേരാവൂരിൽ ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങളിലും ഓരോ പാർട്ടി പ്രവർത്തകനെയും നേതാക്കന്മാരെയും സംതൃപ്തമാക്കുക എന്ന് പറയുന്നതിന്റെ സാഹസികത എനിക്കറിയാം. കാരണം നേതൃസ്ഥാനത്ത് ഒരുപാട് കാലം ഇരുന്ന ഒരാളാണ് ഞാൻ. എനിക്കതറിയാം അതിൻ്റെ അകത്തുള്ള പോരായ്മകൾ ഒക്കെ. അതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസവും എനിക്കില്ല. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നേതാക്കളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞാൻ പൊളിറ്റിക്സിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. ഏത് ഭക്ഷണമാണ് വേണ്ടത്? ഇഡ്ഡലി വേണോ? ഇഡ്ഡലി തുടങ്ങിയാലോ? ഏതാ വേണ്ടത്? ഇഡ്ഡലി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, അപ്പം ഉണ്ട്. ഏതാണ് ഇന്നിപ്പോ പ്രിഫർ ചെയ്യുന്നത്? പേരാവൂര്, അതേപോലെ കണ്ണൂര്, ദെൻ അഴീക്കോട്, പിന്നെ ഏതാ പോയത്? അടുത്ത് പോയത് മണ്ഡലം ഏതായിരുന്നു? ആദ്യം പോയ മണ്ഡലം തളിപ്പറമ്പ്. ഈ മണ്ഡലങ്ങൾ പോലെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏത് മണ്ഡലത്തിലായിരിക്കും? കണ്ണൂര്, തളിപ്പറമ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂര്, തളിപ്പറമ്പ്, പേരാവൂര് ഏത് മണ്ഡലമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലം കണ്ണൂരായിരിക്കും. കണ്ണൂർ തന്നെയായിരിക്കും. ജയിപ്പിച്ചിരിക്കും. ഉറപ്പായിട്ടും. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതിലാണ്? അപ്പത്തിലാണ്. അപ്പം. താങ്ക് യു. അപ്പോ KSന് അപ്പം വിളമ്പുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിലൊരു ഒരു യോഗമുണ്ട് അല്ലേ? പക്ഷെ KSന് ഇഷ്ടം പുട്ടാണ്, KSന് അപ്പം. എന്താ വേണ്ടത് രഞ്ജിത്തിന്? ഓക്കെ. അപ്പൊ കറി, മുട്ടക്കറി ഉണ്ട്. രാവിലെ ഈ ഡയറ്റില് അത്യാവശ്യം പ്രോട്ടീനൊക്കെ, മുട്ട അല്ലേ?
നോൺ വെജ് എങ്ങനെയാ മൊത്തം ഏത് നോൺ വെജും കഴിക്കുമോ? വെജ് വളരെ മോശമാണ്, കഴിക്കുന്നത് വളരെ കുറവാണ്. ആണോ? ആദ്യം നന്നായി കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പം കുറച്ചുകൂടി പുറകോട്ടാ. അപ്പൊ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഈ പ്രോട്ടീനൊക്കെ വരും. മസിലൊക്കെ നല്ല സ്ട്രോങ് മസിൽസ് ആണ്. അതിനൊക്കെ വേറെ സംവിധാനങ്ങളുണ്ട്. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ടോ? അത് പൗഡർ അല്ല, കെമിക്കലായിട്ടൊന്നുമില്ല, നാച്ചുറൽ ഫുഡേ ഉള്ളൂ. ശരി. അപ്പോ മുട്ടക്കറിയാണ്. ഒരു ദിവസം 2 മുട്ട കഴിക്കുമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, രഹസ്യ വിവരം കിട്ടി. ശരിയാണോ? പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും? ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ കഴിക്കും. ചെറിയ പഴമാണെങ്കിലും നല്ല പഴം, വലിയ പഴം ഒക്കെ കഴിക്കും. ഒരുപാട് പഴം കഴിക്കും. അമ്മ കുട്ടിക്കാലത്തെ അമ്മ ഉണ്ടാക്കി തരുന്നത് പുട്ടായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞു. പുട്ടും ചെറുപയറുമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അമ്മയെ കുറിച്ചുള്ള ഓർമ്മ നിൽക്കുമ്പോഴേ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? പുട്ട്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പുട്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ നല്ല 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 രൂക്ഷമായി എന്താ പറയാ, തെറ്റുകൾ കണ്ടാൽ അപ്പം ശിക്ഷിക്കും. പക്ഷെ ഏറ്റവും നന്നായി എൻ്റെ എല്ലാ ആരോഗ്യവും എൻ്റെ എല്ലാ പഠിപ്പും ഒക്കെ A to Z എൻ്റെ അമ്മ നോക്കാറുണ്ട്. ശരിക്കും ഈ പുതിയ തലമുറയിലെ പിള്ളേരെ അടിക്കരുതെന്ന് ആദ്യം ഹൈക്കോടതി ഒരു വിധി ഇറക്കി. അതിനുശേഷം ഇപ്പൊ ഹൈക്കോടതി തന്നെ പറഞ്ഞു അത്യാവശ്യം ചൂരൽ പ്രയോഗമാകാം എന്ന് പറഞ്ഞു. അന്ന് രക്ഷിതാവിൽ നിന്ന് അതുപോലുള്ള പ്രയോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾ നേരെ വഴിക്ക് പോവില്ല, വളയും. ഞാൻ കേസിന്റെ ഈ ആംഗ്യമുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ബൈറ്റുകൾ ഇങ്ങനെ കാണുന്നതല്ലേ. അപ്പോ ഞാൻ ഓർമ്മിക്കുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ കേസ് ഒരു ഗംഭീരമായ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. സുരേഷ് ഗോപി ആണെന്നാണോ ഭാവം എന്ന് ചോദിച്ചിട്ട് SIയോട് ചോദിച്ചിട്ട്, അത് അടുത്തത് നമ്മള് വേറൊരു കോൺടാക്സിലാണ് അത് കൊടുത്തത്. പക്ഷെ ആ ധൈര്യമൊക്കെ എങ്ങനെ കിട്ടുന്നു ആ സമയത്ത്? അതൊക്കെ ഒരു ആണത്തത്തിന്റെ ഒരു ലക്ഷണമല്ലേ. നമ്മൾക്ക് ബൈ ബർത്തിന് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് അതൊക്കെ. നമ്മൾ എതിർക്കേണ്ടത് തെറ്റിനെ നോക്കണ്ട, തെറ്റെന്ന് എവിടെയും പറയും ഞാൻ. ആര് ചെയ്യുന്ന തെറ്റുണ്ടായാലും എവിടെ വെച്ചായാലും ഞാൻ ആ തെറ്റാന്ന് പറയും. പുറത്താണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഞാൻ പറയും നിങ്ങൾ ചെയ്ത തെറ്റാന്ന്. ഞാൻ പിന്നെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പോലീസുകാരെ കംപ്ലീറ്റ് ഞാൻ വിറപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം. അവർ കാണിച്ച തോന്നിയാസാണ്. ആ തോന്നിയാസം ശരിയുണ്ടെന്ന് തോന്നിയാൽ ഇടപെടും. ഒന്നുമില്ല, അന്യാറ്റൊന്നുമില്ല, ശരിയായ ന്യായമായ കാര്യത്തിൽ ഞാൻ ഇടപെടും. എവിടെയും ഇടപെടും. ഏത് പോലീസ് ഓഫീസർ മുമ്പിലും ഞാൻ നിന്ന് വർത്താനം പറയും. കേസിന്റെ ജീവിതത്തിലെ നേരിട്ട് ആക്രമണത്തിന് വന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഫേസ് ടു ഫേസ്, അതായത് കോളേജല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ DCC പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു ചുമതലയിലേക്ക് വന്നതിന് ശേഷം കേസിനെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ട് അങ്ങനെ കേസ് ധീരതയോടെ നിന്ന് എതിർത്ത് അങ്ങനെ എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ CPMന്റെ ഭാഗത്ത്? ഞാനും പിണറായി വിജയനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കോളേജിലല്ലേ? അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. നേരിട്ട് CPMലെ ആരെങ്കിലും മാർക്സിസ്റ്റുകാര് നേരിട്ട് ആക്രമിക്കാൻ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പല സ്ഥലത്തൊന്നും ഉണ്ടായിട്ടുണ്ട്. 1-2 സ്ഥലത്തൊന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടലല്ല, നന്നാക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവരെ കടത്തിയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഈ CPM യഥാർത്ഥത്തിൽ അങ്ങേ ശരിക്കും പറഞ്ഞാൽ വകവരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ വന്നോ അതോ ആണോ? എന്റെ പണി കഴിക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അവരത്. ഞാനല്ല കഴിഞ്ഞത്, അവരത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അന്നൊരു ശരിക്കും ഒരു ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടാവില്ലേ നടക്കുന്നത്? CPMന്റെ ചെറുപ്പക്കാരുണ്ട്, ഞാൻ ആളെ പേരും അഡ്രസ്സെല്ലാം പറഞ്ഞുതരാം. അവരോട് പോയി ചോദിച്ചാൽ മതി, അവര് പറയും. ഓക്കെ, നമുക്ക് അപ്പം കഴിക്കുന്നത് മറന്നുപോയി. അപ്പം മുട്ടയുണ്ട്, ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ട. ഇത് കഴിഞ്ഞാൽ ദിവസം 2 നേരം കഴിക്കുമോ അതോ 3 നേരം? മുട്ട ഒരു അല്ല, ഭക്ഷണം മൊത്തത്തിൽ 3 നേരം. രാവിലെ ഉണ്ട്, ഉച്ചക്കുണ്ട്, വൈകുന്നേരം ഉണ്ട്. ചോറ്, മീൻ ഇഷ്ടമാണല്ലോ? മീന് സ്വല്പം വറുത്തത് കഴിക്കൂ? കാര്യമായി വറുത്തത് ഫ്രൈ ചെയ്ത കഴിക്കും. അങ്ങനെ അത് നിർബന്ധമില്ല, ഫിഷ് നിർബന്ധമില്ല. ചോറിന്റെ കൂടെ ഏത് കറിയാ താല്പര്യം? സാമ്പാറാണോ അങ്ങനെ എന്തെങ്കിലും? ഫിഷ് കറി ഇഷ്ടമാണ്. ഫ്രൈ അല്ല, ഫിഷ് കറി ഇഷ്ടം. ഓക്കെ. കേസിന്റെ ഇഷ്ടങ്ങൾ ചോദിക്കുമ്പോഴേ ഇപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയായിരിക്കും നിർദ്ദേശിക്കുക? കേസിന്റെ അഭിപ്രായത്തിൽ 3 പേരുടെ പേരുകൾ കേരളം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ആരാണ് കൂടുതൽ യോഗ്യനെന്ന് കരുതുന്നു? ഞാൻ രമേശ് ചെന്നിത്തലയെ സജസ്റ്റ് ചെയ്യും. ഈ എനിക്ക് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു പാകത അത് കോൺഗ്രസിന്റെ ഒരു തുടർച്ചയാണ് എന്ന് പറയുന്നുണ്ട്. അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങേ ആണ്.
അങ്ങനെ ശരിക്കും ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ ഈ സമയത്ത് രമേശ് ചെന്നിത്തല എടുത്ത് അങ്ങയുടെ സങ്കടം പറഞ്ഞിരുന്നു അല്ലേ? പുള്ളിക്കറിയാം, പുള്ളി അത് അറിഞ്ഞു പെരുമാറും. ആണല്ലേ? അപ്പം നിലവിൽ കോൺഗ്രസിലുള്ള നേതാക്കളിൽ ഓക്കെ, അപ്പോ അതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്തവണ എത്ര സീറ്റ് കിട്ടുന്നത് UDF അധികാരത്തിൽ വന്നാൽ? 100 സീറ്റ് UDF പറയുന്നു. 100ഇല്ലെങ്കിലും 100-നടുത്ത് കിട്ടും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് കൂടി ഞാൻ യോജിക്കുകയാണ്. 100 എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ 100-നടുത്ത് കിട്ടും. അതായത് ഒരു 2 ടേമായി 10 വർഷം ഇനി ഒരു മാറ്റം കേരളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഈ G സുധാകരൻ വരുന്നു, TK ഗോവിന്ദൻ വരുന്നു, ഗോവിന്ദ മാഷ് വന്ന് കണ്ടല്ലോ അങ്ങനെ. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു തോന്നലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെയുണ്ട്. ഭയങ്കരമായ ചേഞ്ചസ് പാർട്ടിക്കകത്ത് വന്നിട്ടുണ്ട്. യെസ്, അത് ഇക്കുറി UDF ഗുണം ചെയ്യും ഉറപ്പായിട്ടും. നേതാക്കന്മാര് വാക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആ പാർട്ടി വീക്കാവും. ഇപ്പം CPM ആ അവസ്ഥയിലാണ്. നേതാക്കന്മാരെല്ലാം തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. സ്വാഭാവികമായും ഐക്യം എന്ന് പറയുന്നത് ലൂസായി. അതുകൊണ്ട് തന്നെ അത് ദുർബലമാണ് ഇപ്പോൾ പാർട്ടി. ഞാൻ തുറന്നൊരു കാര്യം ചോദിക്കട്ടെ, തുറന്ന് അങ്ങേക്ക് പറയാം, എന്തിനാ നമ്മൾ ഈ കഥകൾ വിശ്വസിക്കുന്നത്? അങ്ങേക്ക് വേണ്ടി വന്നാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാം എന്നൊരു ഉറപ്പ് എപ്പോഴെങ്കിലും ഹൈക്കമാൻഡ് തന്നിട്ടുണ്ടോ? KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോഴോ അങ്ങ് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോഴോ അങ്ങനെയൊരു ഉറപ്പ് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അങ്ങ് ശരിക്കും ആഗ്രഹിച്ചിട്ടില്ലേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സജീവമാവാൻ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടണ്ടേ. കിട്ടാത്തതിന് പിന്നെ നോക്കിയിട്ട് കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കിട്ടുകയില്ല എന്നൊരു ഉറപ്പും വന്നു മനസ്സിൽ. അതുകൂടി അതങ്ങ് വിട്ടു. ആലോചിക്കുന്നേ ഇല്ല. ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങേക്ക് ഈ സർക്കാരിന്റെ ഭാഗമാകാൻ ഒരു ആഗ്രഹമുണ്ടോ? ഇനിയില്ല. യെസ്, അതിന് സമയം കഴിഞ്ഞു. ഇറ്റ് ഈസ് ഓവർ. അത് ഈ ഡൽഹിയിൽ പോയി നിന്നാൽ അവസാനത്തെ ഒരു 72 മണിക്കൂർ അങ്ങയുടെ മനസ്സിനെ പരുവപ്പെടുത്തിയതാണോ അത്? ഒന്നുമല്ല. അതിനു മുമ്പ് തന്നെ അങ്ങേക്ക് അറിയാമായിരുന്നു? എനിക്ക് എൻ്റെ സഹപ്രവർത്തകന്മാരുടെ ഒരു ഇതില്ലേ, എന്നോടുള്ള പെരുമാറ്റങ്ങളും എന്നോട് കാണിച്ച ബന്ധങ്ങളും അതിൻ്റെ അകത്ത് മടുത്തിട്ടാണ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അപ്പോഴും കണ്ണൂരിൽ അങ്ങേ വേണം, കണ്ണൂരിലെ പ്രവർത്തകർക്ക് അങ്ങ് വേണം. അത് അങ്ങനെ വരട്ടെ എന്നിപ്പോൾ ആലോചിക്കുക. ഇപ്പൊ എന്തായാലും അങ്ങ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷെ പാർട്ടിക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും അങ്ങ് ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കും. ഉറപ്പ് 100%. 100 സീറ്റ് UDF നേടിക്കൊടുക്കുന്ന ഒരു നേതാവായിരിക്കും അങ്ങ്. ആ കാര്യത്തിൽ ഞാൻ പാർട്ടിയോടൊപ്പം 100% നിൽക്കും. പക്ഷെ 100% വിളയിച്ചെടുക്കാൻ ഞാനില്ല. ആ വിളവെടുക്കാനില്ല. അതായത് വിത്ത് വാങ്ങാൻ ഞാനുണ്ട്, പക്ഷെ ഞാൻ വിളയെടുക്കാനുള്ള അവകാശവാദം എനിക്കില്ല. എന്നെ നിങ്ങൾ വിട്ടേക്കും അല്ലേ? എന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും കാണണ്ട, ആഭ്യന്തരമന്ത്രിയായിട്ടും കാണണ്ട. അത് അവസാനിപ്പിച്ചു അല്ലേ? അങ്ങനെ ഒരു ഭയം അങ്ങയെ കുറിച്ച് ആർക്കും വേണ്ട. ഒരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഉറച്ച തീരുമാനമാണത് അല്ലേ? അപ്പൊ അതിനകത്ത് ആശങ്ക വേണ്ട. പേരാവൂര് പോവില്ലേ പ്രചരണത്തിന്? സണ്ണി വക്കീലിന്റെ അടുത്ത് പോവില്ലേ? അല്ലേ? അങ്ങ് വളർത്തിക്കൊണ്ടുവന്ന എത്ര പേരാ അല്ലേ? ഒരർത്ഥത്തിൽ ഇപ്പോ ടി.ഒ. മോഹൻ പറയായിരുന്നു, ടി.ഒ. മോഹനും അങ്ങ് വളർത്തിക്കൊണ്ടുവന്നതാണ്. ഇപ്പോ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് പോയ നേതാക്കന്മാരെല്ലാം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ സണ്ണി വക്കീല് ഇപ്പൊ എനിക്കൊന്ന് സണ്ണി വക്കീൽ ഇങ്ങോട്ട് വരുന്നെന്ന് തോന്നുന്നു അല്ലേ? ഇന്നും ഇങ്ങോട്ട് വരുന്നു. അല്ല, കഴിച്ചിട്ട് മതി. അതാണ് KS ബ്രാൻഡ് എന്ന് പറഞ്ഞ അതാണ്. അപ്പോ ഇനി എന്താ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കോൺഗ്രസിനെ സഹായിക്കും. അങ്ങ് പറഞ്ഞ ഈ വാക്കുകൾ ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സഹായിക്കും
കാര്യം അങ്ങോട്ട് തർക്കമുണ്ടെന്നോ കോൺഗ്രസിൽ അങ്ങായിട്ട്? ഞാൻ കുട്ടിപ്രായം മുതൽ പണിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ 9 വയസ്സിൽ 100 ചില്ലാനും വിദ്യാർത്ഥികളെ കുട്ടികളെയും കൂട്ടി പ്രകടനം നടത്തിയവരാണ്. അന്ന് മുതൽ ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ഞാൻ സക്രിയമാണ്. അന്നത്തെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഘാതകരെ ഇക്കൊടിയാണേ കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും. ഈ മുദ്രാവാക്യം വിളിച്ച് എൻ്റെ സഹപ്രവർത്തകരായ 9 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെയും കൂട്ടി ഞാൻ ജാഥ നയിച്ചവനാണ്. അതിപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. ആ മാന്യത ഞാൻ ആളെയും പറയുള്ളൂ. മരിക്കുന്നത് വരെ ഇത് പാർട്ടിക്ക് വേണ്ടി ഞാൻ എന്നും ഉണ്ടാവും. അധികാരത്തിന് വേണ്ടിയോ കസേരയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല. പാർട്ടി വരണം, അധികാരത്തിൽ വരണം. കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം, അല്ലേ? ഈ സർക്കാർ മാറണം എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും പിണറായി ഒന്ന് വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? പിണറായി എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണം. കാര്യം അദ്ദേഹം ശാരീരികമായിട്ട് വിളിക്കും. അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായതൊക്കെ അല്ലേ? അപ്പം ഒന്ന് വിളിക്കണമെന്നൊക്കെ തോന്നിയോ? ഒന്നുമില്ലെങ്കിലും പഴയ കോളേജിലല്ലേ, ബ്രണ്ടൻ കോളേജിലെ നമ്മൾ പരസ്പരം സംസാരിച്ചിട്ടൊന്നുമില്ല. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. ഇനി ഒന്ന് സംസാരിച്ചൂടെ? എനിക്ക് അങ്ങ് അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തി തോന്നുന്നു, അല്ലേ? അതായത് നോക്കൂ, ഏത് നേതാവ് പറയാ ഞാൻ ഒന്നിനുമില്ല, എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട, ഞാൻ ഒന്നിനുമില്ല എന്ന് പറയുന്നതിനെ അതിജീവിച്ചല്ലോ. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ അതിജീവിച്ച മനുഷ്യന് ഇനി പിണറായി വിളിക്കാമല്ലോ ധൈര്യമായി. പിണറായി വിജയനും ഞാനും തമ്മിൽ ഈ ലിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് കാണുന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കേശുവിൻ്റെ സമരം ആ സമരം പൊളിക്കാൻ വേണ്ടി SFIക്കാർ. അപ്പോൾ SFIക്കാർ ഇങ്ങനെ സംഘടിച്ച് ഇങ്ങനെ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മളത് പൊളിക്കുകയാണ്. അപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ അവരെ കുറച്ച് കുട്ടികളെയും കൂട്ടി ഞാൻ അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ സയൻസ് ബ്ലോക്കിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ കേസിൻ്റെ നേതാവാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നടക്കുക. അപ്പോൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ SFIയുടെ ആളുകൾ സംഘടിപ്പിച്ചിട്ട് SFIൻ്റെ നേതാക്കൾ അവരെയും കൊണ്ട് നമ്മുടെ സയൻസ് ബ്ലോക്കിലേക്ക് വരികയാണ്. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ബ്ലോക്കിൽ മേലെ നിൽക്കുന്നു, നമ്മളെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. താഴെ നിന്ന് SFIൻ്റെ കുട്ടികൾ കയറി വരുന്നു. അത് കയറി വരുന്നത് സ്റ്റെയർ കേസ് കയറി വരുവാണ്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ SFIയുടെ നേതാവ് ഉണ്ടായിരുന്നു. ആരാ നേതാവ്? AK ബാലൻ. അതാരാ പറഞ്ഞേ? AK ബാലൻ അതിന് നേതൃത്വം കൊടുത്ത് കൊണ്ടുവരികയാണ്, കയറി വരികയാണ്. അപ്പം അത് പിന്നെ സ്റ്റെയർ കേസിൻ്റെ നേരെ ഒരു 5 സ്റ്റെപ്പിന് താഴെ എത്തിയപ്പോൾ എൻ്റെ കാല് വീശി എത്തുന്നിടത്തെത്തി. അപ്പം ഞാൻ നന്നായിട്ട് ഇതിൻ്റെ ഭാഗത്തൊരു കളരിയുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് തുടങ്ങിയ കളരിയാണ്. ആ കളരിയിലൊക്കെ കളിക്കുന്ന സമയമാണ്. അപ്പോൾ കാലിലും പൊക്കിയാലങ്ങ് മേലെ എത്തും. അപ്പം ഞാൻ ഈ കക്ഷി അങ്ങനെ തൊട്ട് കയറി വരുമ്പോൾ ഞാൻ നല്ല കാല് പൊക്കി അങ്ങനെ വീശി. പോനങ്ങന്ന് കയറി വരുമെന്നാണ് ചോദിക്കുന്നത്, നീ താരാസിംഗാടാ ചോദിച്ചിട്ടാ വരുന്നു. താരാസിംഗാടാ ചോദിച്ചിട്ടാ വരുന്നത് ഹൗസേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു താരാസിംഗല്ല, ഗംഗോങ്ങാന്ന്. അത് പറയലും ഞാൻ കാല് പൊക്കലും ഞാനൊരു ചവിട്ടിയപ്പോൾ ഇയാളങ്ങ് തെറിച്ചങ്ങ് വീണു താഴെ. അത് വലിയ പ്രശ്നമായി. അപ്പോൾ അന്ന് പിണറായി വിജയൻ നേരം പരീക്ഷ എഴുതുന്നുണ്ട്, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി കോളേജിലുണ്ട്. അപ്പോൾ ആരോ അവിടുത്തെ ഒരു രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റൻഡർ ഉണ്ട്, അയാൾ പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്, വീണിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കുന്ന് പിണറായി വിജയൻ അങ്ങനെ വരുന്ന ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്തുണ്ട്. അദ്ദേഹം നടന്നു വരുന്ന ഈ രംഗമില്ലേ, അദ്ദേഹത്തിൻ്റെ ഈ കൂനിഞ്ചിച്ച് ഇങ്ങനെ ആക്കിയിട്ടുള്ള നടത്തമില്ലേ, ആ നടത്തം ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. ഒരു നീല ഷർട്ടും മഞ്ഞ മുണ്ടും കൊടുത്തിട്ട് ഈ കൂനിയായിട്ട് ഈ സ്ഥലത്തേക്ക് കയറി വരികയാണ്.
ആ കയറി വരുമ്പോൾ ഞാനവിടെ നിൽക്കുകയാണ്. ഞാനവിടെ നിൽക്കുന്ന അദ്ദേഹം എൻ്റെ ചോദിച്ചു, നീ എന്താടാ കിങ്കോങ്ങാന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞ കിങ്കോങ് അല്ല, ദാരാ സിംഗാന്നും പറഞ്ഞ ഒരൊറ്റ ചവിട്ടു അവിടെയാണ് വീഴുന്നത്. അടുത്തായ കൊടുക്കും. പിണറായി ഇതൊക്കെ എതിർപ്പുകളും വിയോജിപ്പുണ്ടെങ്കിലും പിണറായി എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയാണ് കെ സുധാകരൻ കാണുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയിലാണ്, അങ്ങ് എതിർക്കുന്ന പ്രസ്ഥാനമാണ്. പിണറായി എന്ന് പറയുന്ന ബ്രണ്ടനിൽ നിന്ന് നിങ്ങൾ സമകാലികരായി പഠിച്ചു വന്ന നേതാവാണ്, ഇപ്പൊ മുഖ്യമന്ത്രി പദം വരെ എത്തി. എങ്ങനെയാ പിണറായി എന്നൊരു നേതാവിനെ, അങ്ങയെക്കുറിച്ച് പിണറായി പറഞ്ഞു അതാണ് രാഷ്ട്രീയ ധാർമ്മികത, മറ്റേത് വേറൊരു വാക്കാ വിശേഷിപ്പിച്ചത് ജി സുധാകരന്റെ കാര്യത്തിൽ. അങ്ങയുടെ കാര്യത്തിൽ അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? പിണറായി അദ്ദേഹം ഇതുവരെ എന്നെ ഒരു വ്യക്തിപരമായി താത്തിക്കെട്ടാനോ അപമാനിക്കാനോ ശ്രമിച്ചിട്ടില്ല. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം വിളിച്ചാൽ അങ്ങ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണാൻ പോയി ഞാൻ പോകും. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യൻ എന്നെ കാണണമെന്ന് പറയാൻ ഞാൻ കാണാൻ പോവില്ലേ? കാണാൻ പോകും. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോളൂ, ഒരു സംശയം കൂടി തീർന്ന് അവസാനിപ്പിക്കാം. അതായത് ഈ കഥകൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടാവരുത്. BJPയുമായിട്ട് അങ്ങ് ചർച്ച നടത്തി എന്ന മട്ടിൽ അങ്ങല്ല, അങ്ങയുടെ കൂടെ നിൽക്കുന്നവർ ചർച്ച നടത്തുന്ന ഒരു കഥ പ്രചരിച്ചിരുന്നു. രഘുനാഥ് പറഞ്ഞു, രഘുനാഥുമായിട്ട് അങ്ങ് സംസാരിക്കാറുണ്ട്, പക്ഷെ അങ്ങ് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ലെന്നാണ് രഘുനാഥ് എന്നോട് പറഞ്ഞത്. അല്പസമയം മുമ്പും ഞാൻ കണ്ടപ്പോൾ സംസാരിച്ചു. അങ്ങേക്ക് അങ്ങനെ പോകാൻ കഴിയുമോ BJP? ഞാൻ BJPയിലേക്ക് പോകുന്ന പ്രശ്നമില്ല. എന്തൊക്കെ BJPക്കാരൊക്കെ എത്രയോ തവണ വന്ന് കണ്ടിരുന്നു. പക്ഷെ അവരോടൊക്കെ ഞാൻ നെഗറ്റീവായി ഞാൻ പറഞ്ഞു വിടുവായത്. എനിക്ക് താല്പര്യമില്ല BJP പോകാൻ. ഇല്ല. എന്ത് ഓഫർ കിട്ടിയാലും ഒരു ഓഫർ, ഒരു ഗവർണർ പദവി, ഒരു ഓഫർ കിട്ടിയാലും മുഖ്യമന്ത്രി തരാന്ന് പറഞ്ഞാലും പോണ്ട, ഞാൻ പോകില്ല. അത് ഈ പാർട്ടിക്കൊപ്പമാണ്. ഉറപ്പാണ്. ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിച്ചേ ഞാൻ പോവുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ഒരു പാർട്ടിയിൽ ഞാൻ പോകുന്ന പ്രശ്നമില്ല. അപ്പോ സ്നേഹം അത് മാത്രമേ പറയാനുള്ളൂ. ഭക്ഷണത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഏത് പ്രസ്ഥാനമാണെങ്കിലും ഇങ്ങനെ ആർജവത്തോടെ പറയുമ്പോഴല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ KS ഫാനായി. KS ഫാനായി നമ്മൾ പറയില്ലേ അല്ലേ? അത് കൊടുക്കുന്ന സന്ദേശം ചെറുതല്ല. അത് KSUനാണെങ്കിലും യൂത്ത് കോൺഗ്രസിനാണെങ്കിലും അപ്പുറത്താണെങ്കിലും ശരി, യു ആർ എ ലീഡർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിന്റെ രുചിക്കൊപ്പം KS എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ ചർച്ച തൽക്കാലം കൂടെ അവസാനിപ്പിക്കാം.